ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി ഒഴിച്ചതിന് ശേഷം സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരുക. അതിനുശേഷം കുതിർത്തി വെച്ച അരി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ സവോള വറുത്തിട്ടുള്ള കുറച്ച് ഓയിലൊഴിച്ച് എല്ലാ സ്പൈസസും പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സവോള വറുത്തതും കൂടി ചേർക്കുക. ചെറുനാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ അരി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫ് തയ്യാറാക്കാം. അതിനു വേണ്ടി കഴുകി വെച്ച ബീഫിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീരും കുറച്ചധികം പുളിപ്പില്ലാത്ത തൈരും കൂടി ചേർത്ത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. അതിലേക്ക് നമ്മൾ സവോള വറുത്തിട്ടുള്ള കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക. പിന്നെ സവോള വറുത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത് വെന്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മല്ലിയില വിതറിടുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് അതിന് മുകളിലിട്ടിട്ട് സെറ്റാക്കാം. ചോറിടുമ്പോൾ അത് അമർത്തി കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇനി അതിന് മുകളിലേക്ക് കുറച്ചുകൂടി മല്ലിച്ചപ്പും പുതിനയിലയും സവോള വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 10-15 മിനിറ്റ് കുക്കറിൽ ചെറിയ തീയിൽ ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അത് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.